ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവവചനം ധ്യാനിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് നന്ദി കരുതി സ്തുതിക്കുന്നു. ഇന്നത്തെ വേദഭാഗം യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ. തിരസ്കരിക്കപ്പെട്ട യാഗം. ദൈവത്തിൽ നിന്നും ദൈവിക കൽപ്പനകളിൽ നിന്നും ദൈവിക നിയോഗങ്ങളിൽ നിന്നും അകന്നുപോയ ജനതയ്ക്ക് വന്നനുഭവിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ചാണ് ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. അവിടെ അവർ ദൈവനിഷേധങ്ങളായി തീർന്നതിനാൽ ദൈവം അവർക്ക് ശിക്ഷാവിധി നൽകുന്നു. ഇത്തരത്തിൽ ദൈവനിഷേധവും ദൈവാരാധനയും ഒരേ ജീവിതത്തിൽ നിന്ന് പുറപ്പെട്ടാൽ അത് അപകടമായ ആത്മീയതയാണ്. ഒരേ ഉറവിൽ നിന്ന് മധുരവും കയ്പും വരില്ല എന്ന വസ്തുത പോലെ തന്നെയാണ് ദൈവനിഷേധവും ദൈവാരാധനയും ഒന്നിച്ചു കൊണ്ടുപോകുക അസാധ്യമാണ്. ദൈവനിഷേധികളുടെ ചരിത്രം പറയുന്ന ദൈവം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 16-17. ഇവിടെ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുകയില്ല എന്ന്, ദൈവത്തിൻ്റെ കാഹള ശബ്ദം കേൾക്കുകയില്ല എന്നും അവർ പറയുന്നത് കൃത്യമായ ബോധത്തോടു കൂടിയാണ്. അറിഞ്ഞുകൊണ്ട് ദൈവത്തെ അനുസരിക്കാതിരിക്കുകയും കേൾക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ് ദൈവനിഷേധികൾ. ഒരു ജനതയോടാകമാനം ദൈവശബ്ദത്തോടും പ്രതികരണം വളരെ സൂക്ഷ്മമായി കോറിയിട്ടിരിക്കുകയാണിവിടെ. ഇവിടെ ദൈവം പറയുന്നതനുസരിച്ച് പണ്ടത്തെ പാതകളിൽ നിന്ന് ചെന്ന് നല്ല വഴി ഏതാണെന്ന് നോക്കുവാനോ അതിൽ നടത്തുവാനോ അവർ താല്പര്യപ്പെടുന്നില്ല. കാവൽക്കാരുടെ ശബ്ദവും അവർ ഇവിടെ നിരസിച്ചു കളയുന്നു. എന്നാൽ ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നത്, നീ ഇന്ന് എന്ത് വഴിയിലാണ് പോകുന്നത്? നമ്മുടെ മുന്നിൽ ലോകത്തിൻ്റെ ശബ്ദവും പലത് ശക്തമായാലും ദൈവത്തിൻ്റെ വചനത്തിലെ ശബ്ദം നാം അവഗണിക്കരുത്. ഈ ദൈവജനത്തെ പോലെ ദൈവനിഷേധത്തിൻ്റെ ചരിത്രം ആവർത്തിക്കാതെ ദൈവവഴി അന്വേഷിക്കുകയും അതിൽ നടക്കുകയും ചെയ്യുക. ദൈവനിഷേധികളുടെ ആരാധനയെ നിഷേധിക്കുന്ന ദൈവം. ദൈവത്തെ കേൾക്കാതെ അനുസരിക്കാതെ ജനത നടക്കുന്ന ഹോമയാഗങ്ങൾ, ഹനനയാഗങ്ങൾ ദൈവത്തിന് ഇഷ്ടമല്ല. അതിനാൽ ഈ ആരാധനകൾ അർത്ഥശൂന്യമാണ് എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവനിഷേധികളും ആഡംബരപൂർവവും പ്രകടനപരമായിട്ടുള്ള ആരാധനകൾ തീർത്തും ദൈവം നിരസിക്കുമെന്ന് ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. വിശേഷതകളുടെ വസ്തുക്കൾ അർപ്പിച്ചുവെങ്കിലും ജീവിതം ദൈവവചനത്തോട് അനുസരണത്തിലുമില്ലാതാകിയാൽ ദൈവം ആരാധന നിരസിച്ചത്. ഇന്നും ആരാധനകളും പ്രാർത്ഥനകളും വഴിപാടുകളും വർദ്ധിച്ചാലും നീതി, സ്നേഹം, വിശുദ്ധി, അനുസരണം ഇവ ജീവിതത്തിലില്ല എങ്കിൽ ആരാധനയിൽ അർത്ഥമില്ല, നഷ്ടപ്പെടും. അതിനാൽ ദൈവ ആരാധിക്കുന്ന അധരങ്ങളോടൊപ്പം ദൈവത്തെ അനുസരിക്കുകയും ജീവിതം കാണുകയും വേണം. അതിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവശബ്ദം നിഷേധിക്കാത്ത വചനത്തെ അനുസരിക്കുവാനുള്ള ജ്ഞാനം നൽകണമേ. ഞങ്ങളുടെ ജീവിതം പുറമേയുള്ള ആരാധനകൾ മാത്രം ഒതുങ്ങാതെ വിശുദ്ധിയും സ്നേഹവും പാലിച്ചുകൊണ്ട് ജീവിപ്പാൻ ഇട നൽകണമേ. ആമേൻ.